ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിനേഷനുള്ള ഡേറ്റ് ഡിക്ലെയർഡ് ആയി അല്ലേ? ഓഗസ്റ്റ് 2 ഇപ്പം നിലവിൽ നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പം എല്ലാവരും എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് അല്ലേ? അപ്പം എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾറെഡി പഠനം തുടങ്ങിയവർ പഠനത്തോടൊപ്പം റിവിഷനിലേക്ക് പോവുക, പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർ പഠനവും റിവിഷനും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളൊരു 2 മാസം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു തവണത്തെ സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, സെറ്റ് എക്സാം എന്ന് പറയുന്ന ടീച്ചിങ് എലിജിബിലിറ്റിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമ്മുടെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ വെച്ച് HSST VHSC പോലുള്ള ഹയർ ലെവൽ എക്സാമുകൾക്ക് നമ്മൾക്ക് എലിജിബിലിറ്റി തരുന്ന ഒരു എക്സാം ആണ് അല്ലെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. കാരണം ഓരോ തവണ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വരുമ്പോൾ, അതേപോലെ ഓരോ തവണയും സെറ്റ് എക്സാമും മാറി വരുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൂടിക്കൂടി വരികയാണ്, കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സെറ്റ് ക്രാക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും അനുയോജ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 2 മാസം എങ്ങനെയായിരിക്കണം സെറ്റ് ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ എന്താണ്, ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു 2 മന്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു 2 മന്ത് ആണുള്ളത് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത്. അപ്പോൾ ഒരു 8 വീക്കിന്റെ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സബ്ജക്റ്റിൽ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ നിങ്ങളുടെ ടൈമും കൺവീനിയൻസും അനുസരിച്ച് നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഡെയിലി പ്രാക്ടീസ് വേണം ആൻഡ് റിവിഷൻ നടത്തണം. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് പിറ്റേ ദിവസം അതിന്റെ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം പുതിയ കണ്ടന്റുകളിലേക്ക് പഠിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ആൻഡ് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ തന്നെ നമുക്ക് 120 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എക്സാം കറക്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുകയും ടൈം മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി സെറ്റ് ഫിസിക്സിൽ അവർ ആ ഒരു എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും അല്ലേ? കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എത്രത്തോളം കൺസെപ്റ്റുകൾ നമുക്ക് അറിയാം എന്നുള്ളതിനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സ്പീഡ് ആൻഡ് ആക്യുറസിക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്ന ഒരു എക്സാം ആണ് സെറ്റ് എക്സാം. അപ്പം നമ്മുടെ പ്രിപ്പറേഷനും ആ ഒരു രീതിയിൽ തന്നെ വേണം. അത്യാവശ്യം പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന പേപ്പേഴ്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, കൺസെപ്ച്വൽ പേപ്പേഴ്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ മോക്ക് ടെസ്റ്റ് വഴി പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി മാക്സിമം ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു 2 മന്തിന് നമ്മൾ പ്ലാൻ വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അല്ലെ? കംപ്ലീറ്റ് സിലബസ് ഒരു 8 വീക്കിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റണം അല്ലെ? നമ്മുടെ വീക്ക് ഏരിയാസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചില പേപ്പറുകൾ നമുക്ക് വരുമ്പോൾ ഏകദേശം 9 to 10 പേപ്പർ നമുക്ക് സെറ്റ് ഫിസിക്സിന് പഠിക്കാനുണ്ട് അല്ലെ? അപ്പം നമ്മുടെ വീക്ക് ഏരിയാസ് ചിലർക്ക് മാത്തമാറ്റിക്കൽ ആയിരിക്കാം, ചിലർക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കാം, ചിലർക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കാം, അങ്ങനെ പല പേപ്പറുകൾ ഉണ്ടാവും. ആ വീക്ക് ഏരിയാസ് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കാം. ഇംപ്രൂവ് ന്യൂമറിക്കൽ സോൾവിങ് സ്പീഡ്, ബിൽഡ് എക്സാം കോൺഫിഡൻസ്. എങ്ങനെയാണ് എക്സാം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുക? മാക്സിമം എക്സാം പ്രാക്ടീസ് ചെയ്യുക അല്ലെ? പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് റെഗുലർലി മോക്ക് ടെസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു ഓരോ ദിവസം നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം നമുക്ക് നോക്കാം. തിയറി ഏകദേശം ഒരു 2 അവറോളം, കാരണം കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നിങ്ങൾ തിയറി പ്രാക്ടീസ് ചെയ്യാന്നു, തിയറി ലേൺ ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 2 മാസമേ ഉള്ളൂ എങ്കിലും ഓരോ കണ്ടന്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ എല്ലാ കുഞ്ഞു കുഞ്ഞു എഴുതി നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാക്കാതെ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഫോർമുലാസ് മാത്രം ഒരു ഫോർമുല ബുക്കിലേക്ക് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ MCQ ക്വസ്റ്റ്യൻസ് എന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ,
അപ്പം ഇപ്പം ഇവിടെ ഏകദേശം ഒരു 5-5.5 മണിക്കൂറിന്റെ ടൈം ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ തിയറിക്ക് 1 മണിക്കൂർ, ന്യൂമറിക്കൽസിന് 1 മണിക്കൂർ, അങ്ങനെ ഇതിന് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാം. അപ്പം അല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 4-5 മണിക്കൂറൊക്കെ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ വീക്ക്ലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ 5 ദിവസം നമ്മൾ പഠിക്കുകയാണ് അല്ലെ? ഒരു ദിവസം നമ്മൾ റിവൈസ് ചെയ്യണം, ഒരു ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ 2016 മുതൽ ഇപ്പം മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സെറ്റ് എക്സാം വരെയുള്ള. അപ്പൊ നമ്മൾ ടോസ് അക്കാഡമിയിൽ ചെയ്യുന്നത് 2016 തൊട്ടുള്ള PYQs നിങ്ങൾക്ക് എക്സാം ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് തരിക ചെയ്യുക. അപ്പം ഓരോ വീക്കിലും ഇനിയുള്ള ഈ 2 മാസം എന്ത് ചെയ്യണം? ഓരോ വീക്കിലും ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? 120 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലാ പേപ്പറും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ദിവസവും മീൻസ് ഈ ഒരു പേപ്പർ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ 2016 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ ഒരു 5 പേപ്പറാണ് പഠിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, ബാക്കി 4-5 പേപ്പർ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് ചെയ്യാതിരിക്കരുത്, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരിക്കരുത്. വീക്കിലി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു വീക്ക് കൊണ്ട് അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം അല്ലെ? അനലൈസ് ചെയ്യാണ് ഓരോ ക്വസ്റ്റ്യൻസ് എന്താണ് തെറ്റിയത് പഠിച്ച ഏരിയാസും തെറ്റിയിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ കറക്റ്റ് ചെയ്യുക. പഠിക്കാത്ത ഏരിയാസ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്നുള്ള രീതിയിലെങ്കിലും പഠിച്ചു പോവുക. അപ്പൊ അതിന് 1 വീക്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ചെയ്യാതെ വീക്കിലി നിങ്ങൾ ടൈം അലോട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ആഡ് ഓൺ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ അതേപോലെ വീക്കിലി ഒരു ദിവസം നിങ്ങൾ ആ വീക്ക് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഷോർട്ട് നോട്ട്സ് മേക്ക് ചെയ്യാം. എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം? വളരെ കുറഞ്ഞ സമയമുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം? ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഫോർമുലാസ് ദിവസവും റിവൈസ് ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക, ടൈം ബേസ്ഡ് ടെസ്റ്റുകൾ, ഇപ്പൊ 10 മിനിറ്റിന്റെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്ത് നോക്കുക. വീക്ക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ടോപ്പിക്കിന് ഇപ്പൊ വീക്ക്ലി ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം അവോയ്ഡ് ചെയ്യേണ്ടത് മെമ്മറൈസിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പൊ അത് എങ്ങനെയും മെമ്മറൈസ് ചെയ്യാം, ബാക്കി ഓക്കെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ 10 പേപ്പർ പഠിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി കണ്ടന്റ് വരും, അത് നിങ്ങൾക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. പിന്നെ റിവിഷൻ സ്കിപ്പ് ചെയ്യരുത്, മിസ്റ്റേക്കുകൾ ഇഗ്നോർ ചെയ്യരുത്. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും അത് കറക്റ്റ് ചെയ്ത് പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു 2 മന്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഒരു 2 ദിവസം നന്നായിട്ട് പഠിച്ചു അല്ലേ? ചിലവർ അങ്ങനെയുണ്ട്, ഒരു 10 മണിക്കൂറും ഒരു ദിവസം ചിലപ്പോൾ പഠിക്കും, പിന്നെ ഒരാഴ്ച റെസ്റ്റ് ആണ്, പിന്നെ പല കാര്യങ്ങളായിട്ട് നമ്മൾ പോവും. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല, ആ പഠിച്ച സമയം നിങ്ങൾക്ക് വേസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറേ പഠിക്കുന്നുള്ളെങ്കിൽ ആ 2 മണിക്കൂർ എല്ലാ ദിവസവും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രാക്ക് യുവർ വീക്ക്ലി പ്രോഗ്രസ്, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ടേക്ക് ഷോർട്ട് ബ്രേക്സ്, നമ്മൾ തന്നെ എക്സ്ഹോസ്റ്റഡ് ആവരുത്, ചെറിയ ബ്രേക്കുകൾ എടുക്കുക. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നോക്കാം. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വെക്റ്റർ അൾജിബ്ര, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, മാട്രിസസ്, ഫൊറിയർ സീരീസ്, കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ ഇത്രയും ഏരിയാസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും കവർ ചെയ്തിരിക്കണം കേട്ടോ. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ ന്യൂട്ടൺസ് ലോ, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്, സെൻട്രൽ ഫോഴ്സ് മോഷൻസ്, ഓസിലേഷൻസ് തുടങ്ങിയ ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ വേവ് ഫംഗ്ഷൻ, ഷ്രോഡിംഗർ ഇക്വേഷൻ, ഓപ്പറേറ്റേഴ്സ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ക്വാണ്ടം ടണലിംഗ്. ഇലക്ട്രോ ഡൈനാമിക്സ് വരുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാക്സ്വെൽസ് ഇക്വേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മാഗ്നറ്റോസ്റ്റാറ്റിസ്റ്റിക്സ്, ഡൈ ഇലക്ട്രിക്സ് ഒക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഇതിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ, പാർട്ടീഷൻ ഫംഗ്ഷൻ, എൻട്രോപ്പി,
തെർമോഡൈനാമിക് പ്രോബബിലിറ്റി, ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ബാൻഡ് തിയറി, സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പം അടുത്ത ന്യൂക്ലിയർ ഫിസിക്സ്, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ മോഡൽസ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. അടുത്ത സ്പെക്ട്രോസ്കോപ്പി, ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, മോളിക്കുലാർ സ്പെക്ട്ര, രാമൻ ഇഫക്റ്റ്, UV ആൻഡ് IR സ്പെക്ട്രോസ്കോപ്പി, ഇതിൻ്റെയൊക്കെ കൺസേൺ സെലക്ഷൻ റൂൾസ് ഒക്കെയാണ് നിർബന്ധമായിട്ടും നോക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെറ്റ് എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി, ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി അല്ലേ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കുന്നതിന് മുമ്പ് ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ അനുസരിച്ച് ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്യുക. PYQs കറക്റ്റായിട്ട് നോക്കി പഠിച്ച് വേണം എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. എല്ലാ ക്വസ്റ്റ്യനും PYQs വരും എന്നല്ല പറയുന്നത്, പക്ഷെ കൂടുതലും PYQസിലെ ഫോക്കസ് ഏരിയാസുകൾ മനസ്സിലാക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഡിറ്റോ അങ്ങനെ തന്നെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ എങ്കിലും ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത് നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ആണ്. കൂടുതൽ PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഏരിയാസും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ്. അപ്പം ഇതൊക്കെ മുൻനിർത്തി ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഈ 2 മാസം കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രിസ്റ്റൽ വിത്ത് യൂണിറ്റ് സെൽ പാരാമീറ്റേഴ്സ് A equal B equal C, alpha equal beta equal gamma equal 90 belongs to monoclinic, triclinic, cubic system and hexagonal system. അപ്പം ഇത് നമ്മുടെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് എപ്പോഴും തന്നെ ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. ഇതിന്റെ ഏതെങ്കിലും ഒരു, നമുക്കറിയാം 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഇതേപോലെ മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കിതൊരു ട്രിക്ക് വഴി നമുക്കിത് പഠിക്കാം. അപ്പം എങ്ങനെ പഠിക്കാൻ നോക്കുക. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹീഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക് അല്ലെ. ഇതിങ്ങനെ ഈ പറയുന്ന ആക്സിസ് ലെങ്ത്തും ആംഗിൾസും ഒക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് പൊതുവെ കൺഫ്യൂഷൻ വരുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇപ്പൊ ഞാനൊരു ട്രിക്ക് പറയാൻ പോവാണ്, നിങ്ങളത് പഠിച്ചിരിക്കുക. അപ്പൊ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. കുട്ടോ അതായത് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്. റൈറ്റ് ഹാൻഡ് മതി, റൈറ്റ് ഹാൻഡ് റോംബോഹീഡ്രൽ, ഹാൻഡ് ഹെക്സഗണൽ, റൈറ്റ് ഹാൻഡ് മതി മോണോക്ലിനിക്, ട്രിക്ക് കാണിക്കാൻ ട്രൈക്ലിനിക്. പഠിച്ചോ? അങ്ങനെയാണ് കുട്ടോ, റൈറ്റ് ഹാൻഡ് മതി, ട്രിക്ക് കാണിക്കാൻ. എന്താണ്? കുട്ടോ, റൈറ്റ് ഹാൻഡ് മതി, ട്രിക്ക് കാണിക്കാൻ. ഈ ഒരു ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടോ എന്ന് പറയുമ്പോൾ CU ഏതാണ്? ക്യൂബിക്. കുട്ടോ, ടെട്രാഗണൽ, ഓർത്തോറോംബിക്. കുട്ടോ, റൈറ്റ് ഹാൻഡ് റോംബോഹീഡ്രൽ, ഹാൻഡ് ഹെക്സഗണൽ, മതി മോണോക്ലിനിക്, ട്രിക്ക് കാണിക്കാൻ ട്രൈക്ലിനിക്. കണ്ടോ? 7 സിസ്റ്റം നമ്മൾ ഓർഡറിൽ പഠിച്ചു. ഈ ഓർഡറിൽ തന്നെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് നോക്കിക്കോളൂ. നമുക്ക് ആക്സിസിന്റെ ലെങ്ത്തും ആംഗിളും വെച്ചിട്ടാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് അല്ലെ. അപ്പൊ ഇതേ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ആക്സിസ് ലെങ്ത് നോക്കിക്കോ. A equal B equal C ആണ് എന്തിന്? ക്യൂബിക്കിന് വരിക. ടെട്രാഗണൽ ആവുമ്പോഴോ A equal B not equal C. ഒരു പാറ്റേൺ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓർത്തോറോംബിക് ആവുമ്പോൾ A not equal B not equal C. കണ്ട പാറ്റേൺ പോയത്? ആദ്യം എല്ലാം ഈക്വൽ, പിന്നെ ഇവിടെ അൺഈക്വൽ ആണ്, പിന്നെ ഇത് രണ്ടും അൺഈക്വൽ ആണ്. കണ്ടോ? അത് പഠിച്ചു. ഇനി അടുത്ത സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുവാണ്. A equal B equal C ആണ് റോംബോഹീഡ്രലിന്. പിന്നെ റിപ്പീറ്റ് ചെയ്യുക. A equal B not equal C. മോണോക്ലിനിക് എങ്ങനെയാണ്? A not equal B not equal C and triclinic വരുമ്പം സെയിം A not equal B not equal C. കണ്ടോ? പഠിച്ചോ? ഇതാണ് ഇതിന്റെ ആക്സിസ് ലെങ്ത് അല്ലെ. വളരെ എളുപ്പമാണ്. ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ A equal B equal C, A equal B not equal C, A not equal B, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും മാറത്തില്ല. ഇനി ആംഗിൾ നോക്കുവാണെങ്കിലോ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90,
90 ഡിഗ്രി. ഇത് തന്നെ സെയിം മൂന്നെണ്ണത്തിനും ഇത് സെയിം ആണ്. ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90. ഈ മൂന്നെണ്ണത്തിനും ഇത് സെയിം ആണ്. കണ്ടോ? അപ്പൊ ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം നോക്കിക്കേ. കണ്ടോ? ഇത് മൂന്നും സെയിം ആണ്. ഇനി അടുത്തത് വരുന്നത് റോംബോഹീഡ്രലിന് വരുമ്പോൾ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ബട്ട് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. കണ്ടോ? ഇതൊരു പാറ്റേണിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് മാത്രം അടുത്ത രണ്ടെണ്ണം മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെന്താണ്? ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ 90 ഡിഗ്രി ആണ് ആൻഡ് ഗാമ ഈക്വൽ 120 ഡിഗ്രി. ആൻഡ് മോണോക്ലിനിക് വരുമ്പോൾ ആൽഫ ഈക്വൽ ഗാമ ഈക്വൽ 90 ഡിഗ്രി ആണ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ബീറ്റ. ആൻഡ് ട്രൈക്ലിനിക് വരുമ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. കണ്ടോ? എളുപ്പമാണല്ലോ പഠിക്കാൻ. ഈ പാറ്റേണിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ അല്ലെ. നമ്മുടെ ഇവിടുത്തെ അക്കാഡമിയിൽ പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ഇത് പഠിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ അവർക്ക് എല്ലാവർക്കും ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ CTO RH MT എന്നൊക്കെ പറഞ്ഞ് കോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മെമ്മറിയുടെ ഇഷ്യൂ വരും അല്ലെ. ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എല്ലാ കാലവും നമുക്ക് ഇത് ഓർമ്മിക്കും. കാരണം നമ്മളൊരു കഥ പോലെയല്ലേ, കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ. കണ്ടോ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പാറ്റേൺ വരുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ 1 മാർക്ക് കണ്ടൻസ്ഡ് മാറ്ററിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ പല കാര്യങ്ങൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും. അപ്പൊ നമുക്കവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പോയി നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. Okay, a crystal with unit cell parameters A equal B equal C and alpha equal beta equal gamma equal 90 belongs to. Okay, A equal B equal to C വരുന്നത് ഏതാ? രണ്ട് കേസിലാണ് അല്ലെ. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ കുട്ടോ അല്ലെ, കുട്ടോ പിന്നെ റൈറ്റ് ഹാൻഡ് മതി. ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് വരുമ്പോൾ നാലാമത്തെ അല്ലെ, അതിലുമാണ് A equal B equal C വരിക. അപ്പൊ A equal B equal to C, ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ ടു 90 വരുന്ന ഒരു ഒറ്റ കേസേ ഉള്ള ഏതാണ്? ക്യൂബിക് സിസ്റ്റം ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ട്രിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ദ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ വിച്ച് ഹാസ് ദ സെയിം കൈനറ്റിക് എനർജി ആസ് ഇറ്റ്സ് റെസ്റ്റ് മാസ് എനർജി ഈസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക എന്താണ് നമ്മുടെ എനർജി അല്ലെ. E ഇസ് ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. E എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? E എന്ന് പറയുന്നത് അതിന്റെ റെസ്റ്റ് മാസ് എനർജി അല്ലെ, റെസ്റ്റ് മാസ് എനർജി പ്ലസ് എന്താണ് കൈനറ്റിക് എനർജി ആണ് എനർജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ വിച്ച് സെയിം കൈനറ്റിക് എനർജി ആസ് ഇറ്റ്സ് റെസ്റ്റ് മാസ് എനർജി. അപ്പൊ റെസ്റ്റ് മാസ് എനർജി നമുക്കറിയാം എന്താണ്? m0c² ആണ് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി റെസ്റ്റ് മാസ് എനർജി സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജിക്കും m0c² കൊടുക്കാം വിച്ച് ഇസ് ഈക്വൽ ടു 2m0c² അല്ലെ. അപ്പൊ എനർജിക്ക് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? √p²c² പ്ലസ് m² c⁴ അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്ക്വയർ ഒന്ന് മാറ്റണം. അപ്പൊ അതിന് എന്ത് ചെയ്യാം? ഓൾ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? p²c² പ്ലസ് m0² c⁴. ഇവിടെ m0 നമുക്ക് ഇടാം ഈക്വൽ ടു ഇവിടെ ചെയ്യുമ്പോൾ 4m0c² അല്ലെ. സോറി, സ്ക്വയർ ചെയ്യുമ്പോൾ 4m0² c⁴ എന്ന് കിട്ടും അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൊമെന്റം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? p²c² ഇസ് ഈക്വൽ ടു ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 3m0² c⁴ എന്ന് വരും അല്ലെ. ഇനി അപ്പൊ p² ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. p² ഇസ് ഈക്വൽ ടു 3m0² c⁴ ബൈ c². അതായത് ഈ c²ഉം ഇവിടുത്തെ ഒരു സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? m0² c⁻² എന്ന് കിട്ടും അല്ലെ. m0², അതായത് p² ആണ് ഈ വാല്യൂ. അപ്പൊ p എന്തായിരിക്കും? √3m0c അല്ലെ. √3
M0C. അപ്പൊ നമ്മളിവിടെ M0 എന്ന് എടുത്തത് കൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ എന്താണ് M എടുത്താൽ മതി. അത് നമ്മുടെ ഉചിതം പോലെ നമുക്ക് ആ സമയത്ത് മാറ്റാൻ പറ്റണം. അപ്പം A is equal to √3MC. റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത എക്സാം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ PYQs എടുത്ത് നോക്കുക. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻ അവര് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എക്സ് പി ഇ റേസ് ടു മൈനസ് പി. ഇത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി വളരെ എളുപ്പത്തിൽ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്കൊരു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ പോയിസൺ ബ്രാക്കറ്റ് ചെയ്യുക. ശേഷം ആ ആൻസറിന് ഇൻറ്റു അയോട്ട അല്ലെ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ നമുക്കറിയാം പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബി ബൈ ഡോ പി മൈനസ് ഡോ എ ബൈ ഡോ പി ഡോ ബി ബൈ ഡോ എക്സ് അല്ലെ. ഇങ്ങനെയല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് ബി ഇസ് ഈക്വൽ ടു പി ഇ റേസ് ടു മൈനസ് പി അല്ലെ. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്തേ. അപ്പൊ ഈ സെക്കൻഡ് ടേം നോക്കിക്കേ. എ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അതിൽ പി ഇല്ല. ബിയില് പി ഇ റേസ് ടു മൈനസ് പി ആണ്, അതിൽ എക്സ് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ടേം 0 ആയി. ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡോ എ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എക്സ് ബൈ ഡോ എക്സ് തന്നെ അല്ലെ. 1 ഇൻറ്റു അടുത്ത ഡോ ബി ബൈ ഡോ പി ചെയ്യണം അല്ലെ. അപ്പൊ പി ഇ റേസ് ടു മൈനസ് പി ആണ്. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? യു ഡാഷ് വി അല്ലെ. യു ഡാഷ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു വി ഇ റേസ് ടു മൈനസ് പി പ്ലസ് യു വി ഡാഷ് പി ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു മൈനസ് 1 അല്ലെ. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇ റേസ് ടു മൈനസ് പി കോമൺ ആണ്, നമുക്ക് പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും അല്ലെ. ഇതാണ് പോയിസൺ ബ്രാക്കറ്റിന്റെ റിസൾട്ട്. ഇതിന്റെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമുക്ക് കിട്ടിക്കോളും. കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഓപ്ഷൻ നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പൊ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് കാണാൻ പറ്റി. ഏതായിരിക്കും ഓപ്ഷൻ വരിക? I into 1 minus p e raised to p. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഇത് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സൈക്ലിക് കോർഡിനേറ്റ് ഇൻ ദ ലഗ്രാഞ്ചിയൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം നമ്മളൊരു ലഗ്രാഞ്ചിന്റെ ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡിറ്റർമൈൻ ചെയ്യാണ് അല്ലെ. ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ ക്യൂ എന്ന് പറയുന്നത് അല്ലെ, ആ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്ലിക് കോർഡിനേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ പക്ഷെ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോ എൽ ബൈ ഡോ ക്യൂ ഒന്നും കാണാൻ പോകണ്ട. ഒറ്റ കാര്യം നോക്കിയാൽ മതി. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ ഒരു ഈസി ട്രിക്ക് ആണ്. ലഗ്രാഞ്ചിയനെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ എന്താ? ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ലഗ്രാഞ്ചിയനിൽ നോക്കിക്കേ, എക്സ് ഡോട്ട് ഉണ്ട്, എക്സ് ഉണ്ട് അല്ലെ. പക്ഷെ വൈ ഡോട്ട് ഉണ്ട്, ബട്ട് വൈ എന്ന് പറയുന്ന ടേം ഇല്ല അല്ലെ. അപ്പോ എന്താണ്? അപ്പൊ ഈ ഒരു ടേം ഉണ്ടോ? രണ്ടും ഒരു എക്സ് ഡോട്ട് എക്സ് വൈ ഡോട്ട് വൈ, ഈ രണ്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇല്ലാത്തത് ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ഡോട്ട് എക്സ് ഉണ്ട്, പക്ഷെ വൈ ഡോട്ട് എന്ന് പറയുന്നതേ ഉള്ളൂ, വൈ ഇല്ല അല്ലെ. വൈ ഡോട്ട് മാത്രമേ ഉള്ളൂ, വൈ കോർഡിനേറ്റ് ഇവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് ഈ ഒരു പ്രത്യേക ക്വസ്റ്റ്യനില് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് മിക്കവാറും തന്നെ എക്സാമുകൾക്ക് PYQs ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സൈക്ലിക് കോർഡിനേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ.
അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഗിബ്സ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് as. അപ്പൊ നമുക്കറിയാം തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് അല്ലെ, നമുക്ക് ഏതൊക്കെയാണ് റെപ്രസെന്റേഷൻ? യു ഫോർ ഇന്റേണൽ എനർജി ആണ്, എൻതാൽപിയുടെ റെപ്രസെന്റേഷൻ എച്ച് ആണ്, ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എഫ് ആണ് റെപ്രസെന്റേഷൻ, ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി ജി ആണ് റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് തരുവാണ്. പല എക്സാമുകൾക്കും ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഒരു ബോക്സ് വരയ്ക്കാൻ പഠിക്കുക. ആ ബോക്സിന്റെ ഉള്ളിൽ ഹുഫ് ഹുഫ് ജി എന്ന് എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ കരാട്ടയ്ക്കൊക്കെ ഹുഫ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹുഫ് ജി, മാസ്റ്റർ ജി എന്നുള്ളതുകൊണ്ട് അപ്പൊ ഹുഫ് ജി, ആ ഒരു ഓർഡർ, ഈ ബോക്സിന്റെ ഓർഡർ ഒന്നും മാറിപ്പോകരുത് കേട്ടോ. വളരെ കറക്റ്റ് ആയിട്ട് എഴുതണം. ഓർഡർ മാറി മീൻസ് ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതുക, ഓർഡർ മാറി പോകരുത് കേട്ടോ. ഇനി നോക്കുക, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തെഴുതണം? മൈനസ് ടി എസും ഇങ്ങോട്ടേക്ക് വരുമ്പോ പ്ലസ് പി വി. ഇതെന്താണെന്ന് ഞാൻ പറയാം. നോക്ക്, ആദ്യം നമ്മൾ എച്ച് എഴുതാൻ പോകും. വളരെ ശ്രദ്ധിച്ചോളാം കേട്ടോ. എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ യുവിൽ നിന്നാണ് എച്ചിലേക്ക് വരുന്നത് അല്ലെ, തൊട്ട് പുറകിത്തത് യുവിൽ നിന്നാണ് എച്ചിലേക്ക് വരുന്നത്. അപ്പൊ യു കണ്ടോ, യുവിൽ നിന്ന് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ പ്ലസ് പി വി എന്ന് എഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എഫ് ആണ് നമ്മൾ അടുത്തത് കാണേണ്ടത്. എഫ് ഇസ് ഈക്വൽ ടു, എഫ് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ കണ്ടുപിടിക്കുക അതിന്റെ തൊട്ട് പുറകിൽ അല്ലെ. അപ്പൊ എഫിലേക്ക് വരുന്ന എന്താണ്? യുവിൽ നിന്നാണ് അല്ലെ. അപ്പൊ യു, അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താ? ഈ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ടി എസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ യു മൈനസ് ടി എസ് ആണ് എഫ് അല്ലെ, ഫ്രീ എനർജി. ഇനി ജി അല്ലെ, ഗിബ്സ് പൊട്ടൻഷ്യൽ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൽ നിന്നാണ് വരുന്നതെങ്കിൽ എഫ് ഏതെഴുതണം? പ്ലസ് പി വി അല്ലെ, എഫ് പ്ലസ് പി വി. ഇനി അതേപോലെ ജി വേറെ റെപ്രസെന്റേഷൻ ഉണ്ട്. ജിയിൽ നിന്ന് എച്ചിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റും അല്ലെ, എച്ചിൽ നിന്ന് ഇങ്ങോട്ടും വരാം. അപ്പൊ എച്ച് മൈനസ് ടി എസ്, അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അത് തിരഞ്ഞെടുത്താൽ മതി. അപ്പൊ എച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് മൈനസ് ടി എസ് ആണ് വരുന്നത്. കണ്ടോ, ഇനി നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ജി ഈക്വൽ ടു, കണ്ടോ എല്ലാം ടി എസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജി ഈക്വൽ ടു ഈ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്, മൈനസ് ടി എസ് വരണം അല്ലെ. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ തന്നെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന 4ഉം ഇല്ല അല്ലെ. അപ്പൊ എച്ച് മൈനസ് ടി എസ് ആണ്. അപ്പൊ ഇവരിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു യു പ്ലസ് പി വി. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, യു പ്ലസ് പി വി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡി, ഓപ്ഷൻ ഡി ആണ്, ജി ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ട്രിക്ക് പഠിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഈ ചോദ്യം ചോദിച്ചു, നമുക്ക് ഈ ചോദ്യം എത്ര തവണ കാണാതെ പഠിക്കാൻ പറ്റും അല്ലെ. അടുത്ത തവണ ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ അപ്പൊ നമുക്ക് ആ ട്രിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ഇസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ്. അപ്പൊ ഇസെൻട്രിസിറ്റി ആണ് ഇവിടെ എപ്സിലോൺ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇ എന്നാണ് പൊതുവെ നമ്മൾ ഇയോ, എനർജിക്ക് ക്യാപിറ്റൽ ഇയും ഇസെൻട്രിസിറ്റിക്ക് ഇ അല്ലെങ്കിൽ എപ്സിലോൺ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ കൺവീനിയൻസ് ആണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇസെൻട്രിസിറ്റി ഇവിടെ എപ്സിലോൺ വെച്ചാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് എനർജിയുടെ ടേംസിലും അതേപോലെ എസെൻട്രിസിറ്റിയുടെ ടേംസിലും രണ്ടിന്റെ ടേംസിലും പഠിക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വരുന്ന എക്സാമിന് എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ എനർജിയുടെ വാല്യൂ വെച്ചിട്ടായിരിക്കാം ഏത് ഓർബിറ്റ് ആണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇസെൻട്രിസിറ്റി ആണെങ്കിൽ നമ്മൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്താൽ പറയാ, എനർജി ആണെങ്കിൽ 0 ആയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇസെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എനർജി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നോക്കിക്കേ, ഇതൊക്കെ നോക്കി, ഇതിലേക്ക് ഗ്രേറ്റർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? ഹൈപ്പർബോള, കൂടുതലാണ് ആ രീതിയിൽ അല്ലെ. 0യേക്കാൾ കൂടുതലാണ്, 1നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഹൈപ്പർബോള കണ്ടോ. അപ്പൊ ഷേപ്പ് ഏതാണ്? ഹൈപ്പർബോള. ഇനി ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇസെൻട്രിസിറ്റി, ഓക്കെ, ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനർജി ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? പാരബോള. പാരബോള നോക്കിയേ, ഈ ലൈൻ നോക്കിക്കേ, ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? പാരലൽ ലൈൻ ആണെന്ന് ഇങ്ങനെ ഓർക്കണം. അപ്പൊ എന്താണ്? പാരബോള. അപ്പൊ അതിനി മാറിപ്പോവില്ലല്ലോ. ഇനി ഇ എന്ന് പറയുന്ന ലെസ് ദാൻ 1 ആണ്, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് എനർജി ഇ, എനർജി ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എലിപ്സ്. കുഞ്ഞാണ് അല്ലെ, എലിയാണ്, ചെറുതാണ് എന്ന് ഓർത്ത് വെക്കുക.
അപ്പൊ എന്താണ്? എലിപ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 3 റിലേഷനും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആ ക്ലൂ വെച്ച് ഓർക്കണം. ഒത്തിരി പേർക്ക് ഇത് ഡൗട്ട് വരാറുണ്ട്. പഠിച്ചിട്ട് പോവും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഡൗട്ട് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്ലൂ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മാറത്തില്ല. അപ്പൊ എന്താണ്? ഈക്വൽ ടു എന്ന് പറയുമ്പോൾ പാരലൽ ലൈൻ ആണെന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? പാരബോള. ഇനി ഈ ലെസ് ദാൻ എന്നുള്ള രീതിയിലാ പറയുന്നെങ്കിൽ എലിപ്സ് ആണ്, എലിയാണ്, കുഞ്ഞാണ്. അപ്പം എലിപ്സ്. ഈ ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലെ, ഹൈപ്പർബോള. ആ രീതിയിൽ ഓർത്തു വെക്കുക. അപ്പം അത് നിങ്ങൾക്ക് ഒരിക്കലും ഇനി മാറത്തില്ല. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് ഇസെൻട്രിസിറ്റി ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റീസ്. നോക്കിക്കേ, എലിപ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇസെൻട്രിസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? ഇ ഇസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എന്നുള്ളതാണ് ആൻസർ വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ലെസ് ദാൻ 1 എന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അല്ലെ. 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1. കണ്ടോ? ഈ ലെസ് ദാൻ 1 എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലെ, എങ്ങനെയാണ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. ടോസ് അക്കാഡമിയിൽ നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള 2 month രീതി സ്ട്രാറ്റജിയിൽ നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലി എക്സാം ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. 2016 മുതലുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാം ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസോ അല്ലെങ്കിൽ PDF ഒക്കെ ആയിട്ട് പല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് സൊല്യൂഷൻസും എത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം എക്സാം ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഈ 2 മാസത്തിലുള്ള കോച്ചിങ്ങിൽ. നമുക്ക് റെഗുലർ ക്ലാസ്സുകളുണ്ട്, അവിടെ നമ്മൾ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ വരുന്ന 2 മാസത്തിനകത്ത് നമ്മൾ കൂടുതൽ എക്സാം ഫോക്കസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കൂടുതൽ കാര്യങ്ങൾ എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.